ഹായ് നമസ്കാരം, ഞാൻ രാകേഷ് എം ജി. ഇന്നൊരു അൺബോക്സിങ് ആകാം. ഒരുപാട് നാളായിട്ട് ഞാൻ എൻ്റെ മനസ്സിൽ കൊണ്ടു നടന്നൊരു ആഗ്രഹമാണ് ഇന്ന് ഞാൻ ഈ അൺബോക്സ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ പെട്ടെന്ന് നമുക്ക് പിന്നെ ഒന്ന് അൺബോക്സ് ചെയ്തേക്കാം. ആ വലിയ ബോക്സ് ഒരു ചെറിയ ബോക്സ് ആയിട്ടുണ്ട്. ഇനി ഈ ബോക്സ് നമുക്ക് അൺബോക്സ് ചെയ്ത് നോക്കാം എന്താണ് ഇതിനകത്ത് വരുന്നത്. 4999 രൂപയാണ് ഇതിൻ്റെ പ്രൈസ്. എന്തായിരിക്കും സാധനം? തമ്മിൽ നിങ്ങൾ കണ്ടു. ശരിക്കും പറഞ്ഞാൽ ഞാനും ഈ ഒരു ക്ലോക്കിനെ കുറിച്ച് അറിഞ്ഞ സമയത്ത്, ഞാൻ ശരിക്കും പറഞ്ഞാൽ എൻ്റെ ഒരു ഓർമ്മ ശരിയാണെങ്കിൽ എനിക്ക് തോന്നും ട്രിവാൻഡ്രത്താണോ സംതിങ് എങ്ങാണ്ട് ഞാൻ പോയ സമയത്ത് റെയിൽവേ സ്റ്റേഷനിലാണ് ഞാനിത് ആദ്യമായിട്ട് കാണുന്നത്. ഈ ഒരു ക്ലോക്കല്ല ഞാൻ കണ്ടത്, സ്ഥലം മാറുന്നതിൻ്റെ, അതായത് ഓരോ സ്ഥലം എഴുതി കാണിക്കുന്നത് ഇങ്ങനെ ഒരു കൗണ്ടർ, ഒരു എന്താ പറയുന്നത്, ഒരു ഫ്ലിപ്പ് കാർഡ് പോലെ കണ്ടായിരുന്നു. അപ്പോൾ എനിക്കത് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ശരിക്കും പറഞ്ഞാൽ അത് കണ്ടപ്പോൾ, അല്ലെങ്കിൽ അതിൽ നിന്നും ഇൻസ്പയർ ചെയ്തൊരു കാര്യമാണ് ഈ ഒരു ക്ലോക്ക് ശരിക്കും പറഞ്ഞാൽ. അപ്പോൾ ഇത് കണ്ടപ്പോഴേക്കും എനിക്കൊന്ന് ഒരു വർഷമായി കാണുമായിരിക്കും ഇതിനെക്കുറിച്ച് ഞാനിങ്ങനെ തിരക്കുന്നുണ്ട്, എവിടെ മേടിക്കാൻ കിട്ടും, എവിടെ കിട്ടുമെന്നൊക്കെ ഉള്ളൊരു ആഗ്രഹത്തിൽ നടന്നു. അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആമസോണിൽ കണ്ട ഉടനെ തന്നെ ഞാനത് ഓർഡർ ചെയ്യായിരുന്നു. സാധനം ഇവിടെ എത്തിയിട്ടുണ്ട്. ഏതായാലും നമുക്ക് പെട്ടെന്ന് അൺബോക്സ് ചെയ്യാം. എല്ലാവർക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ MJ Tech Explore. ഓക്കെ, അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഏതായാലും പെട്ടെന്ന് തന്നെ ഇവരെ നമുക്കൊന്ന് അൺബോക്സ് ചെയ്തേക്കാം. ഞാനും ആദ്യമായിട്ടാണ് കേട്ടോ, ഫസ്റ്റ് ടൈമാണ് ഈ സാധനം കാണുന്നത്. എന്താണ് ഏതാണെന്നൊന്നും ഒരു ഐഡിയ ഇല്ല, എങ്ങനെയാണെന്ന് പോലും അറിയത്തില്ല. നമുക്ക് നോക്കാം. യെസ്, ഏതായാലും പാക്കിങ് നല്ല കിടുവാണ് കേട്ടോ. വാവ്, ഓ മൈ ഗോഡ്. അതെ, ഇതാണ് ഐറ്റം. ഏതായാലും ഞാനിത് ഈ കവറിൽ നിന്ന് എടുത്ത് കാണിച്ചു തരാം. വാവ്, ഇതാണ് സാധനം. ഓക്കെ, ഇത് ശരിക്കും തലതിരിച്ചാന്ന് ഞാൻ പിടിച്ചേക്കുന്നത്. ഇങ്ങനെയാണ് പിടിക്കേണ്ടത്. യെസ്, ഇതാണ് ഐറ്റം. ഇത് ശരിക്കും ഒരു ക്ലോക്കാണെന്ന് പറഞ്ഞാൽ എത്ര പേര് വിശ്വസിക്കും? ഇതൊരു ക്ലോക്കാണ്, ഇതൊരു ക്ലോക്കാണ്. ആദ്യമായിട്ടാണ് ഞാൻ ഈ സാധനം കൈകൊണ്ട് പിടിക്കുന്നത്. എങ്ങനെയാണ്, ഏതാണ് എന്നൊക്കെയുള്ള ജസ്റ്റ് ഒന്ന് പെട്ടെന്നൊന്ന് നോക്കിക്കോട്ടെ. നോക്കി വെച്ചും, കാരണം ഇത് മണിക്കൂറും ഇത് മിനിറ്റുമാണ് വരുന്നത്. ഒരു ജസ്റ്റ് ഒരു ടേബിളിലൊക്കെ ഇരിക്കുന്ന കാണുമ്പോഴത്തേക്കും നമുക്കറിയാം നല്ല കിടുമായിരിക്കും കാണാൻ. അപ്പോൾ ഏകദേശം ഇതിൻ്റെ ഒരു ഐഡിയ എനിക്ക് കിട്ടിയായിരുന്നു. ശരിക്കും പറഞ്ഞാൽ ഇത് കണ്ടു കഴിഞ്ഞാൽ നമ്മൾ ഓർക്കും ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ആയിട്ട് എന്തോ ഒരു സംഭവമാണ്. കാരണം വളരെ സിമ്പിളായിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ ഇതിനകത്തുള്ളൂ. ശരിക്കും ഇവിടെ ഒരു നോബ് കൊടുത്തിരിക്കുന്ന എല്ലാവർക്കും കാണാൻ സാധിക്കും. ഈ ഒരു നോബാണ് നമ്മുടെ ഈ ക്ലോക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളൊരു നോബ്. ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ഇത് നമ്മൾ റൊട്ടേറ്റ് ചെയ്യുന്നതിനനുസരിച്ച് നമ്മുടെ ഇപ്പോൾ മിനിറ്റാണ് മാറുന്നത്. കണ്ടോ, 15, 16, 17, 18, 19 ഇങ്ങനെ മിനിറ്റ് മാറുന്നതിൻ്റെ കൂട്ടത്തിൽ നമുക്ക് കൃത്യസമയം ഇതിനകത്ത് സെറ്റ് ചെയ്യാൻ സാധിക്കും. അതായത് 52, 54, 55, 56, 57, 58, 59. കണ്ടോ, 7 മണിയായി. ഇങ്ങനെയാണ് ഇതിൻ്റെ ടൈം നമ്മൾ സെറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ ഇനി കുറച്ച് പേരെങ്കിലും സംശയിക്കുമായിരിക്കും, ഇത് മെക്കാനിക്കൽ ക്ലോക്ക് ആണോ അതോ ഇലക്ട്രിക്കൽ ആണോ എന്നുള്ള ഡൗട്ട് കുറച്ച് പേർക്കെങ്കിലും ഇപ്പോൾ മനസ്സിൽ വന്ന് കാണുമായിരിക്കും. ശരിക്കും ഇതിനെക്കുറിച്ച് അറിയാവുന്ന ആൾക്കാരുണ്ടെങ്കിൽ ജസ്റ്റ് കമൻറ്റും കൂടെ ഇട്ടേക്കുക. ഇതിപ്പോൾ ഞാൻ കാണിക്കില്ലെന്നല്ല, എന്നാലും ഈ ഒരു ടൈമിലിടുമ്പോൾ എനിക്ക് മനസ്സിലാകും നിങ്ങൾക്ക് ഇത് അറിയാമോ ഇല്ലയോ എന്നുള്ളതിനെക്കുറിച്ച്. ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മെക്കാനിക്കൽ ടൈപ്പ് അല്ല, ഇതൊരു ഇലക്ട്രിക്കൽ ടൈപ്പ് തന്നെയാണ്. അതായത് ഒരു ബാറ്ററി കൺസ്യൂം ചെയ്ത് തന്നെയാണ് ഈ ഒരു ഫംഗ്ഷൻ നടക്കുന്നത്. ഇവിടെയാണ് ബാറ്ററി യൂസ് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ ബാറ്ററി ഇടേണ്ടത്. ഓക്കെ, ഇത് നമുക്ക് ഓപ്പൺ ചെയ്യാൻ വേണ്ടി ഈ ലിഡ് നമുക്ക് ഇങ്ങനെ തുറന്നു കഴിഞ്ഞാൽ നമുക്ക് ഓപ്പൺ ചെയ്യാം. ഇവിടെയാണ് ബാറ്ററി ഇടേണ്ടത്. ഈ ക്ലോക്ക് കണ്ടപ്പോഴേക്കും എങ്ങനെയാണ് ഇതിൻ്റെ വർക്കിംഗ് നടക്കുന്നത് എന്നുള്ളതിനെക്കുറിച്ച് അറിയാനൊരു ക്യൂരിയോസിറ്റി ഉണ്ടായി. അപ്പോൾ ശരിക്കും ഈ മേളിൽ കൊടുത്തിരിക്കുന്ന രണ്ട് കാര്യങ്ങളും വർക്ക് ചെയ്യുന്നതാണ് ഞാൻ ശരിക്കും വിചാരിച്ചിരുന്നത്. അതായത് ഈ രണ്ട് നോബ് കൊടുത്തിരിക്കുന്ന ഈ നോബാണോ ഇതിനെ വിടുന്നത് എന്നുള്ളൊരു ചാൻസ്, അല്ലെ അങ്ങനെ ഒരു ഡൗട്ട് എനിക്കുണ്ടായിരുന്നു. ശരിക്കും പറഞ്ഞാൽ ഇതെല്ലാം വെറും കാർഡുകളാണ്. ജസ്റ്റ് കാർഡ് രണ്ട് സൈഡിലും പിൻ ചെയ്ത് വെച്ചിരിക്കുന്നത്. നമുക്കിത് ചുമ്മാ ഊരിയെടുക്കാനും സാധിക്കും. വളരെ സിമ്പിളായിട്ട് നമുക്ക് ഊരിയെടുക്കാനും പറ്റും. ഇപ്പോൾ ഈ ഒരു നമ്പറൊക്കെ നമുക്ക് ഊരിയെടുക്കണമെന്നുണ്ടെങ്കിൽ ഇത് പക്ഷേ നമ്മൾ അടുക്കി വയ്ക്കുന്ന സമയത്ത് കൃത്യമായിട്ട് വെച്ചില്ലെന്നുണ്ടെങ്കിൽ അതും പണി പാളും. ഇങ്ങനെ നമുക്കിത് ഊരിയെടുക്കാൻ സാധിക്കും. ഓക്കെ, വളരെ സിമ്പിളാണ്. ഓക്കെ, അതുപോലെ തന്നെ തിരിച്ചിട്ടോണം. ഇത് ഒരു തവണ തെറ്റിക്കഴിഞ്ഞാൽ പിന്നെ നമ്മൾ കുറച്ച് പാടുപെടും. രണ്ട് സൈഡിലും കണ്ടോ, ഈ രണ്ട് സൈഡിലും നമുക്ക് കൃത്യമായിട്ട് ഊരിയെടുക്കാനായിട്ടുള്ള പ്രൊവിഷൻ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ഇനി ഇതിൻ്റെ വർക്കിംഗ് കൂടെ ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞുതരാം. ഇവിടെ ഒരു നോബ് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഇത് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഒരു ക്യാം പോലത്തെ ഒരു സാധനം തന്നെയാണെന്ന് പറയാം. ക്യാം തന്നെയാണ്. നിങ്ങളിത് ശ്രദ്ധിച്ചോണം ഞാൻ തിരിക്കുന്ന സമയത്ത്. ഓക്കെ, ഈ ഒരു പോർഷനിൽ എല്ലാവരും ഒരു ശ്രദ്ധ കൊടുത്തോണം. ഈ ഒരു പോർഷനിൽ ഞാൻ ഈ കാണിക്കുന്ന ഈ പോർഷനിൽ ഒരു ശ്രദ്ധ കൊടുത്തോണം. ഇതിവിടെ വന്ന് കവർ ചെയ്യുന്ന, അല്ലെങ്കിൽ ഈ ഒരു സൈഡിലോട്ട് പുഷ് ചെയ്യുന്ന നിങ്ങൾക്ക് കാണാൻ സാധിക്കും. കണ്ടോ, അപ്പോൾ അത് മാറി ആ ഒരു സൈഡിലത്തെ നോബിലോട്ട് കയറി പിടിച്ചു. വേറൊന്നും കൊണ്ടല്ല, ഇത് താഴോട്ട് പോകുന്ന സമയത്ത് ഇവിടുന്ന് വെറുതെ വിട്ടു പോരായിരിക്കും. ഇപ്പോൾ ഇവിടുന്ന് വിട്ടു. ഈ ഒരു പോർഷൻ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വിട്ടിരിക്കുകയാണ്. ഇപ്പം ഹോൾഡ് വന്നിരിക്കുന്ന ഈ സൈഡിലാണ്. ഇനി ഈ നോബ്, അല്ലെങ്കിൽ ഈ പറയുന്നൊരു നോബ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് കണ്ടോണം, ഫ്രീ ആയി ഇങ്ങോട്ട് വരുന്ന സമയത്ത് 56, 57, 58 കണ്ടോ, ഇവിടെ നമ്മൾ വിട്ടു.
വിട്ട സമയത്താണ് ശരിക്കും അടുത്തൊരു നമ്പർ അല്ലെങ്കിൽ അടുത്തൊരു മണിക്കൂറിലോട്ട് പോയത്. ഇങ്ങനെയാണ് ശരിക്കും ഇതിൻ്റെ വർക്കിംഗ് നടക്കുന്നത്. അതായത് ശരിക്കും പറഞ്ഞാൽ ഒരു ചെറിയൊരു മോട്ടറിൻ്റെ ഫംഗ്ഷനിങ് മാത്രമേ ഇവിടെ നടക്കുന്നുള്ളൂ. പക്ഷേ എന്നാലും കാണാനുള്ള ഭംഗിയും ഈ ഒരു ടെക്നോളജി, ഒരു ഐഡിയ, അത് ഭയങ്കര ഒരു സംഭവം തന്നെയാണ് കേട്ടോ, ഇല്ലെന്ന് പറയാൻ പറ്റത്തില്ല. പിന്നെ ഈ പറയുന്ന പോലെ ഓരോ നമ്പേഴ്സും മറിയുമ്പോഴത്തേക്ക് വേറെ നമ്പർ വീഴുന്നത്, അതൊരു വലിയ കാര്യം തന്നെയാണ്. ഒരിക്കലും അതൊരു ചെറിയ കാര്യം നമുക്ക് പറയാൻ സാധിക്കത്തില്ല. ഓക്കെ, അപ്പോൾ നമുക്ക് ഇതിന് ടൈം ഒന്നിട്ടൊന്ന് സെറ്റ് ചെയ്തേക്കാം. ടൈം സെറ്റ് ചെയ്തതിന് ശേഷം നമുക്ക് കുറച്ചുകൂടെ വെയിറ്റ് ചെയ്യാം. എങ്ങനെയുണ്ട് കാര്യങ്ങളൊക്കെ ജസ്റ്റ് ഒന്ന് നമുക്ക് അറിയാം. ലാർജ് ടൈപ്പാണ്, ഏറ്റവും ലാർജ് ടൈപ്പ് ബാറ്ററിയാണ് നമുക്ക് വരുന്നത്. അതായത് ഈ ഒരു ടൈപ്പ് ബാറ്ററി ഏതായാലും അവർ പ്രൊവൈഡ് ചെയ്യുന്നില്ല, നമ്മൾ മേടിക്കണം. അപ്പോൾ ഞാനിത് മേടിച്ചിട്ടുണ്ടായിരുന്നു. ഇതിൽ നമുക്ക് നോക്കുമ്പോൾ കാണാൻ സാധിക്കും നെഗറ്റീവ് പോർഷൻ അകത്തോട്ട് പോകണം, പോസിറ്റീവ് ഫ്രണ്ടിലും, എന്നിട്ട് ഈ ബാറ്ററി നമ്മൾ ലോക്ക് ചെയ്യുകയാണ്. യെസ്, ഇപ്പം നമ്മളിത് ലോക്ക് ചെയ്തിട്ടുണ്ട്, ബാറ്ററി ഇട്ടു. ഒച്ചയനക്കം ഒന്നും കേൾക്കുന്നില്ല കേട്ടോ, ഒച്ചയനക്കം ഒന്നുമില്ല. ഏതായാലും ഞാൻ ടൈം ഒന്ന് സെറ്റ് ചെയ്യട്ടെ. ഇപ്പം കൃത്യം സമയം നോക്കിയിട്ട് 6:24. അപ്പം നമുക്ക് ടൈം ഒന്ന് സെറ്റ് ചെയ്യാം. തിരിച്ച് റൊട്ടേറ്റ് ചെയ്യാൻ പറ്റത്തില്ല, പിന്നെ PM ആണ്, അതുകൊണ്ട് മുഴുവൻ ഞാനിത് കറക്കേണ്ടി വരും. അപ്പോൾ അതൊക്കെ ഇരുന്ന് കറക്കാം അല്ലേ. ഇതിനകത്ത് കൃത്യമായിട്ട് ഒരു കാര്യം അവർ പറഞ്ഞിട്ടുണ്ട്, കീപ്പ് ആക്യുറേറ്റ് ടൈം. അതായത് ആവറേജ് മന്ത്ലി ഡിഫറൻസ്, അതായത് ഒരു മാസം കൂടുന്തോറും, ഒരു മാസം കൂടുമ്പോഴെങ്കിലും ഒരു 90 സെക്കൻഡിൻ്റെ ഡിഫറൻസ് വരും എന്നാണ് പറയുന്നത്. അതായത് 1.5 മിനിറ്റിൻ്റെ, അതായത് 1 മിനിറ്റ് എന്ന് പറഞ്ഞാൽ 60, പിന്നെ 90 എന്ന് പറയുമ്പോഴത്തേക്ക് ഒരു 30 കൂടുമ്പോൾ 1.5 മിനിറ്റിൻ്റെ വ്യത്യാസം ഓരോ മാസം കൂടുമ്പോൾ വരാനുള്ള ചാൻസസ് ഉണ്ട്. പ്ലസ് ഓർ മൈനസ് ആണ് കൊടുത്തിരിക്കുന്നത്. ആ ഒരു ഡിഫറൻസ് മാത്രമേ ഇതിനകത്ത് പറയുന്നുള്ളൂ. ഇതിൻ്റെ ഒരു സർവീസ് ടെമ്പറേച്ചർ കൊടുത്തിരിക്കുന്നത് -10 തൊട്ട് +50 വരെ നമുക്ക് യൂസ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ നമുക്ക് ഏതായാലും ഒന്ന് വെയിറ്റ് ചെയ്യാം. ഇതിൻ്റെ ടൈം നമുക്കൊന്ന് മാറുന്ന ഏതായാലും നിങ്ങൾക്ക് വളരെ വ്യക്തമായിട്ട് കാണിക്കാൻ വേണ്ടി അല്ലെങ്കിൽ കാണാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ വെച്ചിരിക്കുന്നത്. ഏകദേശം 6:42 ആയിട്ടുണ്ട്. നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. ഏകദേശം 1 മിനിറ്റ് വെയിറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്കത് കാണാൻ സാധിക്കും എങ്ങനെയാണ് ആ നമ്പർ താഴോട്ട് പോകുന്നത് എന്നുള്ളത്. അപ്പോൾ നമുക്ക് വെയിറ്റ് ചെയ്യാം. യെസ്, ഏകദേശം അത് ആകാറായിട്ടുണ്ട്, ശ്രദ്ധിച്ചോണം. യെസ്, നമ്മളിപ്പോൾ കണ്ടോ, അത് മറിയുന്നത് നമ്മൾ കണ്ടായിരുന്നു. ഇപ്പോൾ ഏകദേശം ടൈമും കാര്യങ്ങളും കൂടെ ഞാൻ ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കട്ടെ കൃത്യമാണോ. ബാറ്ററിക്ക് ഏകദേശം ഇവർ പറയുന്ന 6 മാസം 6 മന്ത്സ് മാത്രമേ കാലാവധി പറയുന്നുള്ളൂ. ഒന്നെങ്കിൽ ഇത്തരം കാര്യങ്ങളൊക്കെ വർക്ക് ചെയ്യാനൊക്കെ വേണ്ടിയിട്ടായിരിക്കാം ചിലപ്പോൾ 6 മന്ത്സ് മാത്രം പറയുന്നത്. പക്ഷേ 6 മന്ത്സ് ഒക്കെ ഒരു വലിയൊരു ടൈം തന്നെയാണ്, ചെറിയൊരു ടൈം പീരീഡാണെന്ന് ഞാൻ ഒരിക്കലും പറയത്തില്ല. ഏതായാലും സംഗതി കൊള്ളാം. നിങ്ങളിപ്പോൾ കണ്ടായിരുന്നു എങ്ങനെ അത് ചേഞ്ച് ചെയ്യുന്നത്. പക്ഷേ ഇതിന് സെക്കൻഡും കൂടെ ഉണ്ടായിരുന്നെങ്കിൽ കുറച്ചുകൂടെ നല്ലതായിരുന്നു എനിക്ക് തോന്നിയത്. ഓരോ സെക്കൻഡ് 1, 2, 3 വീഡിയോ ആയിരുന്നുണ്ടെങ്കിൽ കാണാനും നല്ല അടിപൊളിയായിരിക്കും. ഏതായാലും ഇതൊരു അലുമിനിയം ഫ്രെയിമാണ്, നല്ല വെയിറ്റ് കുറയ്ക്കാൻ വേണ്ടി തന്നെയാണെന്ന് തോന്നുന്നു അലുമിനിയം ഫ്രെയിം യൂസ് ചെയ്തിരിക്കുന്നത്. ഇവിടെ ഒരു ഹുക്കുണ്ട്, നമുക്കിത് എവിടെയെങ്കിലും വേണമെങ്കിൽ തൂക്കിയിടാനൊക്കെ ആയിട്ട് സാധിക്കും. അല്ലെങ്കിൽ ഈ ബേസ് ഞാനിപ്പോൾ വെച്ചിരിക്കുന്ന പോലെ എവിടെയെങ്കിലും ഇതുപോലെയൊക്കെ കാണത്തക്ക രീതി വെച്ച് കഴിഞ്ഞാൽ നമുക്കും കുറേ കൂടി എളുപ്പമുണ്ടായിരിക്കും. അതായത് സമയവും കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് അറിയാൻ സാധിക്കും. ഇങ്ങനെ ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ കാണാനൊരു ഭംഗിയുണ്ട്, സമയം അറിയാൻ സാധിക്കും, അതൊരു വലിയ കാര്യമാണ്. ഏതായാലും ഇതിനെക്കുറിച്ച് എന്തെങ്കിലും സംശയമോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ജസ്റ്റ് എൻ്റെ കമൻറ്റ് ബോക്സിൽ ഒന്ന് കമൻറ്റായിട്ട് ഇട്ടേക്കുക. സാധനം ഈ ഒരു പ്രോഡക്റ്റ് മേടിക്കണമെന്ന് ആഗ്രഹമുള്ളവർക്ക് ഞാൻ ആമസോണിൻ്റെ ലിങ്കും കൂടെ ജസ്റ്റ് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടേക്കാം. മേടിക്കണമെന്ന് ആഗ്രഹമുള്ളവർക്ക് മേടിക്കാൻ സാധിക്കും. ഏകദേശം 4200 രൂപ സംതിങ് കണ്ടാണ് ഇതിൻ്റെ പ്രൈസ്. 200 4300 സംതിങ് ഉണ്ട്. 4900 MRP ഉണ്ട്. 4200 300 ആ റേഞ്ച് കണ്ടാണ് ഇതിന് വരുന്നത്. അപ്പോൾ ആഗ്രഹമുള്ളവർക്ക് മേടിക്കാൻ സാധിക്കും. മേടിക്കാനുള്ള ലിങ്ക് കൂടെ ജസ്റ്റ് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ ഇട്ടേക്കാം.